യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഓരോ കാര്യങ്ങളും അതിൽ നിന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ വലിയ ആത്മീക പാഠങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ കുറിച്ചുള്ള എൻ്റെ ബൈബിൾ വായനയിൽ നിന്നും ഇത്രത്തോളം ആത്മീയമായ മർമ്മങ്ങൾ ഞാൻ ഗ്രഹിച്ചിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഈ വേദഭാഗങ്ങൾ എടുത്ത് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ തുടങ്ങിയതോടുകൂടെ വളരെയധികം ആത്മീയമായ ആഴങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് അറിയുവാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആത്മീക സത്യങ്ങളാണ് ഇതൊക്കെയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഏതാനും ചില നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്. സത്യത്തിൽ ആ ചിന്തകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നമ്മുടെ ഈ ഭൂമിയിലെ പ്രായോഗിക ജീവിതത്തിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്ത് ഉപദേശമാണ് നൽകുന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. കേവലം യേശുവിനെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രം നമുക്ക് പോരാ, മറിച്ച് യേശു തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നതായ ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ അനേക ക്രിസ്ത്യാനികൾക്കും അവർക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം ചില അറിവുകൾ ഉള്ളൂ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, അത് യേശുക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് വിജയപ്രദമായ ഒരു ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം നമ്മൾ നയിക്കണം. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നേരിടാൻ ഇടയാകത്തിരുന്ന സകല പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടതായ ഗൈഡൻസ് തരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാറില്ല. ദൈവത്തിൻ്റെ വചനം പലപ്പോഴും ആളുകൾ വായിക്കുന്നതിന് വളരെ മടിച്ചാണ്. ഇനി അഥവാ ഏതെങ്കിലും വേദഭാഗം വായിച്ച് തന്നെ അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ അവർ അതിൽ നിന്ന് എടുക്കാറുള്ളൂ. ഗുണകരമായ കാര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് വിശുദ്ധ വേദവശം തുറന്നിട്ട് കിട്ടുന്നൊരു വാക്യം എടുത്ത് വായിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് മറിച്ച്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും, നീ വാലല്ല തലയാകും തുടങ്ങിയ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട്, ദൈവം എന്നെ വാലല്ല തലയാക്കും, എന്നെ ദൈവം ഉയർത്തും, ഉന്നതമാക്കും എന്നുള്ള കേവലം നമുക്ക് തന്നെ അനുഗ്രഹം തോന്നുന്നതായ വാക്യങ്ങൾ വായിക്കാനാണ് പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അത് വായിക്കരുതെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എപ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള സകലവിധമായ കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകം നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. നമുക്കത് പഠിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ നമ്മൾ നന്നായി മനസ്സിലാക്കി വായിക്കണം. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട്, പഴയ നിയമം വേണ്ട, അത് ഇസ്രായേലിനുള്ളതാണ്, അത് ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള പുസ്തകമാണ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പുതിയ നിയമമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുതിയ നിയമ പുസ്തകം എന്ന നിലയിലല്ല നമ്മളതിനെ കാണേണ്ടത്. പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ എല്ലാം തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ നേച്ചർ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പഠിക്കാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി പ്രകാരം ദൈവം നമ്മളോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ള വസ്തുതയും നമുക്ക് ഗ്രഹിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലാകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ വളരെ വ്യക്തതയോടുകൂടെ പുതിയ നിയമ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പഴയ നിയമം നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ച കാര്യങ്ങളാണ്. അതിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ ദിവസങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുന്നല്ലോ. എത്രയോ ആഴമുള്ള ആത്മീക സത്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു കാര്യം, തികച്ചും വ്യക്തിപരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് ദൈവം എത്രത്തോളം പ്രാധാന്യം അബ്രഹാമിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ വാഗ്ദത്തമാണ് അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ 20-ാം അധ്യായം ആകുമ്പോഴേക്കും ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിറവേറുന്ന ഒരു സമയത്തേക്ക് വരികയാണ്. 18-ാം അധ്യായത്തിൽ നമ്മൾ മെമ്രയുടെ തോപ്പിൽ ദൈവത്തിന് ദൂതന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വരുന്നതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്.
അവിടെ വെച്ച് ദൈവം അബ്രഹാമിനോട് അരുളിച്ചതായ വാഗ്ദത്തത്തിൻ്റെ ആ നിവൃത്തിയുടെ ആ ഉറപ്പ് അബ്രഹാമിന് കൊടുത്തു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയം മുതൽ സാറായിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ 20-ാം അധ്യായത്തിൻ്റെ സംഭവങ്ങൾ നടക്കുമ്പോൾ സാറയുടെ ഉദരത്തിൽ വാഗ്ദത്ത സന്തതി ഉണ്ട്. എന്നാൽ പിശാച് അടങ്ങിയിരിക്കുകയില്ല. പിശാച് എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവൻ മനസ്സിലാക്കിയിട്ട്, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ വേഗം പിശാച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. പിശാച് എന്താ ചെയ്യുന്നത്? പിശാച് അത് മുളയിലെ നുള്ളിക്കളയുവാൻ, തകർത്ത് കളയുവാൻ പരിശ്രമിക്കും. നമുക്ക് അതുകൊണ്ടാണ് പ്രാർത്ഥന ആവശ്യമായി വരുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നു എന്നതുകൊണ്ട് അത് യാതൊരുവിധമായ എതിർപ്പോ പ്രശ്നങ്ങളോ ഇല്ലാതെ നിറവേറും എന്ന് നമ്മൾ മൗഢ്യമായി ചിന്തിക്കരുത്. വാഗ്ദത്തം ലഭിച്ചതായ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവഭയത്തോടുകൂടെ ഇരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ അതേ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നല്ലോ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. നോക്കൂ, ഇവിടെ പരിശ്രമിക്കുന്നത് ഈ സാറായിയെ വിഴുങ്ങുവാനാണ്, അബ്രഹാമിനെ വിഴുങ്ങുവാനാണ്, അവരുടെ വാഗ്ദത്തങ്ങളെ വിഴുങ്ങുവാനാണ്. അങ്ങനെ പരിശ്രമിച്ച് ഊടാടി സഞ്ചരിക്കുമ്പോൾ അതേ ഈ അബ്രഹാം ഒരു നുണ പറയുന്നു. ആ നുണ എന്ന് പറയുന്നത്, അവൻ ഗരാരിൽ വന്നപ്പോൾ അവൻ എല്ലാവരോടും പറഞ്ഞു, അതെ എൻ്റെ പെങ്ങളാണ് എൻ്റെ കൂടെ നടക്കുന്നത്. നോക്കൂ, ഗരാറിലെ രാജാവായ അബീമലേക്കിന് ഈ സാറായിയോട് താല്പര്യം തോന്നി. കാരണം സാറ ആരുടേതുമല്ല, അവൾ ഈ അബ്രഹാമിൻ്റെ സിസ്റ്റർ മാത്രമാണ് എന്നുള്ള ചിന്താഗതിയിൽ അതേ അബീമലേക്ക് ഈ സാറായിൽ ഒരു നോട്ടമിട്ടു. എന്ന് മാത്രമല്ല, അബീമലേക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ദൈവം എന്താണ് ചെയ്യുന്നത്? അബ്രഹാം ഒരു കള്ളം പറഞ്ഞ് തന്നെ സുരക്ഷിതമാക്കി എങ്കിലും അത് ഒരിക്കലും ദൈവഹിത പ്രകാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഗരാറിലേക്ക് അബ്രഹാമും സാറായിയും ചെല്ലുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ നടുവിൽ തനിക്ക് ഉണ്ടാകാൻ പോകുന്നതായ ചില പ്രശ്നങ്ങളെ ഊഹിച്ചെടുത്തിട്ട് താൻ തന്നെ ചില സേഫ്റ്റി മെഷേഴ്സ്, ചില സുരക്ഷിതമായ മാർഗങ്ങൾ, കരുതലുകൾ അബ്രഹാം എടുക്കുക. നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പോലും ആലോചിക്കാതെ നമ്മളുടെ ബുദ്ധിയിൽ വരുന്നതായ ആ ചിന്തകൾ നമ്മൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ചിന്തയുണ്ട്, ഇതാണ് ഏറ്റവും നല്ലത്, എൻ്റെ ബുദ്ധി വളരെയധികം പ്രായോഗികമാണ്, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ഇന്നലെ നമ്മൾ കേട്ടതുപോലെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, മറിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും സമയം മുന്നോട്ട് പോയി എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുമായിരിക്കും, അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രവർത്തിക്കണം. നോ, അങ്ങനെയല്ല. നമ്മൾ ഏത് തീരുമാനമെടുത്താലും എന്തു ചെയ്താലും ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിലും ദൈവത്തോടുള്ള ആലോചനയിലും ആയിരിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ കാണേണ്ടത്, അബ്രഹാം നുണ പറഞ്ഞു എന്നുള്ളത് ദൈവത്തിനറിയാം. എന്നാൽ ദൈവം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ദൈവം തൻ്റെ വാഗ്ദത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിനോട് ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, മറിച്ച് അത് സാറായോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കേവലം സാറായോട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതേ ഒരു വലിയ രാഷ്ട്രം ഉണ്ടാകും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരു വാഗ്ദത്ത സന്തതി, അതേ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കുവാൻ, അതേ ആ വാഗ്ദത്തത്തിൻ്റെ തുടക്കം അതേ സാറായിലൂടെയാണ് എന്നുള്ളത് ദൈവത്തിന് വളരെ പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? വാക്യം 3 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം അടങ്ങിയിരിക്കുന്നില്ല. അതേ ഉൽപ്പത്തി പുസ്തകം 20-ന്റെ 3-ാം നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവളൊരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. നോക്കൂ, ഇവിടെയാണ് ആദ്യമായിട്ട് വിശുദ്ധ ബൈബിളിൽ ആദ്യമായിട്ട് സ്വപ്നം എന്നുള്ള വാക്ക് വരുന്നത്. അതായത് മനുഷ്യൻ്റെ ഉറക്കത്തിൽ, അവൻ്റെ സ്വപ്നത്തിൽ ദൈവം അവനോട് സംസാരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഗാഠനിദ്ര എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്.
പക്ഷേ സ്വപ്നം എന്നുള്ള വിഷയത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ആദ്യ പരാമർശമായി ഇവിടെ പറയുന്നു, അതേ അബീമേലെക്കിൻ്റെ സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടു. അതിനർത്ഥം നമ്മളുടെ സ്വപ്നങ്ങളിൽ പോലും ദൈവം ഇടപെടുന്നതായ ദൈവമാണ് എന്ന് മാത്രമല്ല, സദൃശവാക്യം 21:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. നോക്കൂ, ഈ സ്വപ്നത്തിൽ ദൈവം ആരുടെ അടുക്കിലേക്കാണ് വന്നത്? അതേ അബീമേലെക്ക് എന്ന ആ രാജാവിൻ്റെ സ്വപ്നത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. എന്തിനാ? ടു ടേൺ ഹിസ് ഹാർട്ട്, തൻ്റെ ഹൃദയത്തെ തിരിക്കാൻ വേണ്ടി. ആർക്ക് വേണ്ടിയാണ്? വാഗ്ദത്തം ലഭിച്ചവന് വേണ്ടി. അവൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതകൾ പ്രകടിപ്പിച്ച് ആ വാഗ്ദത്തത്തെ അവൻ നശിപ്പിക്കുമോ എന്ന് ദൈവം ഭയപ്പെടുമ്പോൾ അതിന് സ്ഥാനത്ത് ദൈവം ഇറങ്ങി വരികയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനാലാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാമിന് ഇത് ചെയ്യുവാൻ കഴിയുമോ? ഒരിക്കലും അബ്രഹാമിന് അബീമേലെക്കിനോട് ഈ വിവരങ്ങൾ സംസാരിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും അബ്രഹാമിന് ഈ ഒരു സാഹചര്യത്തിൽ അബീമേലെക്കിൻ്റെ തീരുമാനങ്ങളെ തിരുത്തുവാൻ കഴിയത്തില്ല. പക്ഷേ അബീമേലെക്കിൻ്റെ തീരുമാനത്തെ തിരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് പരിഹാരമായി ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നു, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നതായ ധൈര്യം, നമുക്ക് ഒരു ദൈവമുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, അതായത് അവനിൽ ആശ്രയിക്കുന്ന, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ജീവിതത്തിൽ ലജ്ജിച്ചു പോകുകയില്ല. ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കൺസേണുകൾ കാണുമായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ധൈര്യം പ്രാപിക്കാൻ കഴിയും. അതേ, എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കുകയില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഈ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗം നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവാലോചന പ്രാപിക്കുക, ദൈവത്തോടുള്ള സമ്പർക്കത്തിൽ ജീവിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു എന്ന് പറയുകയും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഞങ്ങളുടേതായിട്ടുള്ള യുക്തിയിലും വിവേകത്തിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്നതായ അപകടം എന്താണ് എന്നുള്ളത് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനും ആശ്രയിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. രാജാക്കന്മാരുടെ ഹൃദയം പോലും നീർത്തോടുപോലെ തിരിച്ച് അവരുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.